ഇന്നത്തെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എടപ്പള്ളി ജംഗ്ഷനിലാണ്. എടപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിയുക, ഗുരുവായൂരിലേക്ക് പോകുന്ന വഴി. ഇവിടെ നിന്നും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ 35 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇതാ ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ ഗുരുവായൂരിലേക്ക് പോകുന്ന വഴി. പാതയുടെ പണി നടക്കുകയാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചേരാനെല്ലൂർ ജംഗ്ഷൻ. ചേരാനെല്ലൂർ ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് വീണ്ടും ഇടത്തോട്ട് തിരിയുക. നേരെ പോകുന്നത് കളമശ്ശേരിയിലേക്കാണ്. നേരെ കളമശ്ശേരിയിലേക്ക് പോകുന്ന വഴിയാണ്. ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ വരാപ്പുഴ പാലത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. പുതിയ വരാപ്പുഴ പാലത്തിലാണ് ഇപ്പോൾ യാത്ര. പഴയത് പൊളിച്ച് നിർമ്മിക്കുകയാണ്. പുതിയ പാലത്തിലൂടെ യാത്ര. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ രാവിലെ 5 മണിക്ക് നട തുറക്കുകയും 11 മണിക്ക് നട അടയ്ക്കുകയും ചെയ്യും. തുടർന്ന് വൈകിട്ട് 5 മണിക്ക് വീണ്ടും തുറന്ന് രാത്രി 8 മണിക്ക് അടയ്ക്കുകയും ചെയ്യും. ഈ യാത്ര വരാപ്പുഴ പാലത്തിൻ്റെ മുകളിലൂടെയാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് തിരുമുപ്പം മഹാദേവ ക്ഷേത്രത്തിൽ. ഇടതുഭാഗത്ത് തിരുമുപ്പം മഹാദേവ ക്ഷേത്രം കാണാം. തിരുമുപ്പം മഹാദേവ ക്ഷേത്രം. പറവൂരിലേക്ക് കടക്കുന്ന ജംഗ്ഷനിലെത്തി. വലത്തോട്ട് പോയ പറവൂരിലേക്ക് കടക്കുന്ന ജംഗ്ഷനായി. പറവൂരിലെത്തി. ഇനി മുന്നിൽ കാണുന്ന ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് പോയത് ചെറായിക്കും പോകാം. വലത്തോട്ട് KSRTC ബസ് സ്റ്റാൻഡിൽ പോകാം. കൊടുങ്ങല്ലൂർ പോകണം നേരെ തന്നെ പോകും. ഇതാണ് ആ ജംഗ്ഷൻ. ഇത് ചെറായിലേക്ക് പോകുന്ന വഴി. ഈ ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് പോയാൽ ആലുവയ്ക്ക് പോകാം. ഇത് ആലുവയ്ക്ക് പോകുന്ന വഴി. നമുക്ക് പോകേണ്ടത് നേരെ. ഇതിപ്പോൾ മൂത്തുകുന്നം ജംഗ്ഷനിലെത്തി. ഇടത്തോട്ട് വൈപ്പിനിലേക്ക് പോകുന്ന വഴിയാണ്. ഈ 2 മൂത്തുകുന്നം പാലം കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരിലെത്തും. ആദ്യത്തെ പാലം കടക്കുകയാണ്. പുതിയ പാലത്തിൻ്റെ പണി നടക്കുകയാണ്. പാതയിലെ പുതിയ പാലത്തിൻ്റെ പണി നടക്കുകയാണ്. ഇത് പഴയ പാലത്തിലൂടെയാണ് യാത്ര. ഇത് പഴയ ഹൈവേ. പുതിയ ഹൈവേ പാതയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 2ാമത്തെ പാലത്തിൽ കയറി. ഈ പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരായി. കൊടുങ്ങല്ലൂരിലെത്തി. നേരെ ഗുരുവായൂർ പോകുന്ന കൊടുങ്ങല്ലൂർ ബൈപ്പാസാണ്. ഇവിടെ നിന്നും വലത്തോട്ട് തിരിയുക. വലത്തോട്ട് തിരിഞ്ഞാൽ കുറച്ച് ദൂരം കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് എത്താം. ഇതാ കൊടുങ്ങല്ലൂർ ടൗണിലേക്ക് പോകുന്ന വഴിയാണിത്. കുറച്ച് മുന്നോട്ട് കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് മുന്നിലെത്തും. ഇതാ ക്ഷേത്രത്തിന് മുന്നിലെത്തി. വിവാഹം വൈകുന്ന ഭക്തർ ഈ ക്ഷേത്രത്തിൽ പള്ളിയറ പൂജ നേർന്നാൽ വിവാഹം നടക്കുമെന്ന് വിശ്വസിക്കുന്നു. വിവാഹിതരായിട്ടുള്ളവർ ദീർഘമംഗലത്തോടെ ഇരിക്കാൻ പള്ളിയറ പൂജയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണമെന്നും വിശ്വസിക്കുന്നു.